Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. നമ്മളപ്പോ ഡയാലിസിസ് പറഞ്ഞോണ്ടിരുന്നല്ലേ? ജസ്റ്റ് ഒന്ന് തുടങ്ങിയായിരുന്നു. നമ്മൾ എന്താ ഡയാലിസിസ് എന്ന് പറഞ്ഞേ? ഡയാലിസിസ് എന്താ? A kind of treatment that removes extra fluid and waste product from the blood when the kidney is not able to do it. ഡയാലിസിസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? അതായത് നമ്മുടെ കിഡ്നിയുടെ നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കിഡ്നി ചെയ്യുന്ന അതേ ഒരു പ്രവർത്തനം മെഷീൻ വഴി ചെയ്യുന്നതിനാണ്, ആ പ്രോസസ്സിനാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ് പ്യൂരിഫൈസ് ദ ബ്ലഡ് യൂസിങ് എ മെഷീൻ എന്നാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? എഴുതിയായിരുന്നോ സെൽ ഡയാലിസിസ്? എഴുതിയായിരുന്നോ? ഇല്ലെങ്കിൽ എഴുതിക്കോ. ഇത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ് പ്യൂരിഫൈസ് ദ ബ്ലഡ് യൂസിങ് എ മെഷീൻ. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എഴുതിയെടുത്തോ. ഡയാലിസിസ് is a treatment. Dialysis is a treatment that filters 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 that filters and purifies PURIFIES filter ചെയ്ത് purify ചെയ്തു filters and purifies the blood using a machine. Dialysis is a treatment that filters and purifies the blood using a machine. ഇനി നമ്മൾ പറഞ്ഞു ഡയാലിസിസ്. അപ്പൊ എന്താ പറഞ്ഞത്? നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഡിസീസ് ഒക്കെ, ഹൈ BP അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ കിഡ്നി ഫെയിലിയർ ആവും. അതായത് കിഡ്നിക്ക് അതിന്റെ പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ആ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് നമ്മളൊരു മെഷീനിലൂടെ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 different situations. ഏതൊക്കെയായിരുന്നു പറഞ്ഞായിരുന്നല്ലോ? 2 സിറ്റുവേഷൻസിലാണ് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആകുന്നത്. ഏതൊക്കെയാണ് 2 സിറ്റുവേഷൻസ്? Recently lost the kidney function. Dialysis may be used for patients who have recently lost kidney function. Recent ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻസ് എന്താ പറയാ നഷ്ടപ്പെടുന്നതിനാണ് നമ്മള് അവർക്ക് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. അതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാം, the patient who have recently lost the kidney function. ഏതാ? റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ ലോസ്റ്റ് ആവുന്നതിനെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിയേ, അതെങ്ങനെയാണ് പറഞ്ഞ? അത് റിവേഴ്സ് ആണ് അല്ലെ? കുറച്ച് ദിവസം നമ്മൾ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി നോർമൽ ആയിട്ട് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പാകത്തിന് ക്യാപ്പബിൾ ആവും. അപ്പൊ ആ കിഡ്നി സ്വന്തമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ ഡയാലിസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അത് റിവേഴ്സിബിൾ ആണ്. ഇനി നോക്കിയേ, രണ്ടാമത്തെ ആണ് യൂസ്ഡ് ഫോർ ദ പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ. പെർമനന്റ് ആയിട്ട് ഇനി ഒരിക്കലും ആ കിഡ്നി അവർക്ക് ആ കിഡ്നി ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പെർമനന്റ് ആയിട്ട്
കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നവർക്കും ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. അങ്ങനെ പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നതിന് പറയുന്ന പേരെന്താ? എന്താണ്? Patient who have permanently lost the kidney function. ഇതിനെന്താ പറയുന്നത്? Chronic or end stage renal failure. Chronic അല്ലെങ്കിൽ end stage renal failure എന്ന് പറയാം. ഓക്കെ, അപ്പൊ രണ്ട് സിറ്റുവേഷൻസിലാണ്, രണ്ട് ആളുകൾക്കൊക്കെയാണ് ഡയാലിസിസ്, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസിലാണ് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആവുന്നത്. ഒന്ന് പേഷ്യൻസ് റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടവർക്ക് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ്. രണ്ടാമത്തെ പേഷ്യന്റ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ, പെർമനന്റ് ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടവർക്കും ഡയാലിസിസ് ഫെയിലിയർ ആണ്. അപ്പൊ റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ ആണെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നു. പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ ആണെങ്കിൽ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്തത് നോക്കി, അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ തന്നേക്കുന്നത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKI. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. എക്സ്പാൻഡ് AKI, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഇത് ആദ്യം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ, സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻ, കിഡ്നി ഫെയിലിയർ ആവുന്നു, ഓർ കിഡ്നി ഡാമേജ്, കിഡ്നിക്ക് ഡാമേജ് ആവുന്നു, അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ദിസ് ഹാപ്പൻ വിത്തിൻ എ ഫ്യൂ ഹവേഴ്സ് ഓർ ഡേയ്സ്. ഇതെങ്ങനെയാ? കുറച്ച് ഹവേഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം, അങ്ങനെ ഫ്യൂ ഡേയ്സ് കൊണ്ട് സംഭവിക്കുന്നതാണ്. AKI is normally treated in hospital setting with the intravenous fluid given through vein. Vein കൂടെ കൊടുക്കാം. AKI ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യാം നമുക്ക്. Acute kidney injury is a treatment in a hospital. Is normally treated in hospital treat ചെയ്യാം. ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ ഇത് ട്രീറ്റ് ചെയ്യാം. എങ്ങനെയാ? വിത്ത് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ്. കൂടെ കൊടുക്കുന്ന ഇൻട്രാവീനസ് ഗിവൺ ത്രൂ വെയിനിൽ കൂടെ നമ്മൾ കൊടുക്കുകയാണ്. വെയിനിൽ കൂടെ നമ്മള് ബ്ലഡ് എടുത്തിട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ആ ബ്ലഡ് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ തരുന്നു. അങ്ങനെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഇൻ ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ഓൾസോ ബി നെസസറി ഫോർ ഷോർട്ട് ടൈം till the kidneys get better. Okay, in critical case dialysis may also be necessary for short time. കുറച്ച് ടൈമിൽ ഷോർട്ട് ടൈം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അങ്ങനെ ഷോർട്ട് ടൈമിൽ ചെയ്യണം. അത് ഇതുവരെയാണ് till the kidneys get better. കിഡ്നി ബെറ്റർ ആവുന്നത് വരെ, കിഡ്നി നോർമൽ ഫംഗ്ഷൻ ചെയ്യാറാവുന്നത് വരെ മാത്രം ആ ഡയാലിസിസ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ അത് നിർത്താം. പിന്നെ കിഡ്നി തന്നെ ഫംഗ്ഷൻ ചെയ്തോളും. അതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അത് ഓർക്കുക, റിവേഴ്സിബിൾ ആണ്. കുറച്ച് ദിവസങ്ങൾ, ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഫ്യൂ ഹവേഴ്സ്, ഫ്യൂ ഡേയ്സ് നമുക്ക് ഡയാലിസിസ് ചെയ്താൽ മതിയാവും. ഡയാലിസിസ് ചെയ്ത് നമ്മള് ആ പേഷ്യന്റിന്റെ കിഡ്നി നോർമൽ ആകുന്ന ആ കണ്ടീഷൻ വരെ ഡയാലിസിസ് ചെയ്തിട്ട് നോർമൽ ആയി കഴിയുമ്പോൾ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിയേ, kidney failure. As per the National Kidney Foundation, end-stage kidney failure happens when the kidneys are functioning at only 10 to 15% of their normal function. അപ്പൊ end-stage kidney failure സംഭവിക്കുന്നത് എങ്ങനെയാ? എങ്ങനെയാണെന്ന് നോക്കിയാ, happens when the kidneys are functioning at 10 to 50% of their നോർമൽ ഫംഗ്ഷൻ. കിഡ്നിയുടെ നോർമൽ ഫംഗ്ഷൻ, നോർമൽ 100% ഫംഗ്ഷൻ ചെയ്യുന്നതിൽ 10 to 50% മാത്രമേ ആ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അത്രയും പ്രവർത്തിച്ചാൽ മതിയോ? 10 to 50% പ്രവർത്തിച്ചാൽ മതിയോ? ഫംഗ്ഷൻ നടത്തിയാൽ മതിയോ? പോരാ. അപ്പൊ 10 to 50% ഫംഗ്ഷൻ മാത്രമേ കിഡ്നി ചെയ്യുള്ളൂ. അതിന്റെ നോർമൽ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ 10 to 50% മാത്രമേ ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ആ സാഹചര്യത്തിൽ നമുക്ക് അതിനാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. At this stage, ഈ സ്റ്റേജിൽ എന്താ? The kidney will not be able to keep you alive without extra help. ആ സമയത്ത് ഈ കിഡ്നിക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നിലനിർത്താൻ പറ്റുമോ? ഇല്ല.
This at this stage, the kidney will not be able to keep you alive without extra help. Extra help ഇല്ലാതെ കിഡ്നിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു സ്റ്റേജ് വരും. This is also known as, ഇതിനെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ESKD. അവിടെ നോക്കുക കേട്ടോ, എക്സ്പാൻഡഡ് ഫോം. എന്താ ESKDയുടെ എക്സ്പാൻഡഡ് ഫോം? End stage kidney disease. Stage kidney disease. Kidney disease. ESKD. അപ്പൊ നോക്കിയേ, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ നോർമൽ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ 10 to 15% മാത്രമേ കിഡ്നി പ്രവർത്തിക്കുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് കിഡ്നിക്ക് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു സ്റ്റേജ് വരും. നോക്കിയേ, അപ്പോഴ് വിത്ത് കിഡ്നി ഫെയിലിയർ, ഈ കിഡ്നി ഫെയിലിയർ അതിനെയാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. വിത്ത് ദിസ് കിഡ്നി ഫെയിലിയർ, ആ കിഡ്നി ഫെയിലിയർ, ആ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസില് dialysis is only able to do some of the work of the healthy kidney. ആ ഒരു കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് എന്ന് പറയുന്നത് സം ഓഫ് ദ വർക്ക് ഓഫ് ദ ഹെൽത്തി കിഡ്നി, ഹെൽത്തി ഒരു ആരോഗ്യമുള്ള ഒരു ഹെൽത്തി കിഡ്നി ചെയ്യുന്ന വർക്ക് ചെയ്യാൻ പറ്റും, അത് വർക്ക് ചെയ്യാൻ കഴിയും, അതാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ക്യൂർ ഫോർ കിഡ്നി ഡിസീസ്. പക്ഷെ ഈ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു കിഡ്നി ഡിസീസിനുള്ള ഒരു മരുന്നല്ല. കിഡ്നിയുടെ ഫംഗ്ഷൻ സം ഓഫ് ദ വർക്ക് ഓഫ് ദ ഹെൽത്തി കിഡ്നി, ഹെൽത്തി ആയിട്ടുള്ള ഒരു നോർമൽ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ കിഡ്നി ഡിസീസിനുള്ള ഒരു മരുന്നല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ക്യൂർ ഫോർ കിഡ്നി ഡിസീസ്. കിഡ്നി ഡിസീസ് മാറാനുള്ള ഒരു മരുന്നല്ല ഡയാലിസിസ്. അത് കിഡ്നി നോർമൽ ഹെൽത്തി കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. With ESKD, the patient will require dialysis for the rest. കണ്ടോ, ഈ ഒരു സാഹചര്യത്തിൽ നോക്കിയേ, ഈ ഒരു കിഡ്നി ഫെയിലിയറിൽ പേഷ്യൻസിനെ കുറച്ച് ദിവസം ചെയ്ത് ഡയാലിസിസ് നിർത്താൻ പറ്റുമോ? ഇല്ല. അവിടെ എങ്ങനെയാ? They will require dialysis for the rest of your life. അവർക്കുടെ ജീവിത അവസാനം വരെ എന്ത് ചെയ്യണം? അവര് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായില്ല? ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സ്റ്റേജ് കിഡ്നി ഫെയിലിയറിൽ ആ പേഷ്യന്റ് അവർക്കുടെ ജീവിത അവസാനം വരെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യണം. ഓർ അല്ലെങ്കിലോ until he or she is able to get a kidney transplant, അല്ലെങ്കിൽ ആ പേഷ്യന്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ ഡയാലിസിസ് ചെയ്യണം. ഓക്കെ, ഇതാണ് രണ്ട് ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് AKI ആണ്. അതെന്ന് പറഞ്ഞ എന്താണ്? റിവേഴ്സിബിൾ ആണ്. അതായത് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഉള്ള ഒരു പാമ്പ് കടി ഏറ്റ വിഷം നമ്മുടെ ഉള്ളിലേക്ക് പോയി, അപ്പൊ അത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ ഡയാലിസിസ് ചെയ്യാൻ വേണമെങ്കിൽ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുള്ള സാഹചര്യം കൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും ഫെയിലിയർ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷനിൽ ഡയാലിസിസ് ചെയ്യാണ് അക്യൂട്ടിനകത്ത് വരുന്നത്. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അതെന്ന് പറഞ്ഞപ്പോ ഈ കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുമ്പോ നമുക്ക് ആ ഡയാലിസിസ് നിർത്താം, പിന്നെ കിഡ്നി തന്നെ ഫങ്ഷൻ ചെയ്തോളും. അതാണ് പറഞ്ഞത്. അതെങ്ങനെയാ? റിവേഴ്സിബിൾ ആണ്. ഇനി നോക്കിയേ, ESKD എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക്കിനകത്ത് എന്താണ് ഇതെന്ന് വെച്ചാൽ ഡയാലിസിസ് അവര് ഈ അവരുടെ ജീവിത അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നോർമൽ കിഡ്നി ചെയ്യുന്നതിന്റെ 10 to 50% ഫങ്ഷൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ആ പേഷ്യന്റ് അവരുടെ ജീവിത അവസാനം വരെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് കഴിഞ്ഞ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അക്യൂട്ട് റീനൽ ഫെയിലിയർ മീൻസ് patient who have recently lost kidney function. Option B തന്നേക്കുന്നത് patient have permanently lost kidney function. Kidney which option C kidney which need continuous dialysis for the rest of your life. ഓപ്ഷൻ ഡി തന്നേക്കുന്നത് നൺ ഓഫ് ദ എബോ. ഏതാ? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ?
റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കേ, ഇനി നമുക്ക് ഹൗ ഇറ്റ്സ് വർക്ക്. Dialysis is discharge some of the duties that kidney normally does to keep your body in a balance, such as okay, dialysis performs some of the duties, ചെയ്യും that kidney normally does. ബോഡീനെ, നമ്മുടെ ബോഡീനെ സന്തുലിതാവസ്ഥയിലാക്കിയ ബോഡീനെ ബാലൻസ് നിർത്താൻ വേണ്ടി കിഡ്നി സാധാരണയായിട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ നോക്കി ഇത് ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫങ്ഷൻ, പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നീസ് prevent extra water, waste and other impurities from piling up in the body. നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന ഇമ്പ്യൂരിറ്റീസ്, എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? വേസ്റ്റിനെയൊക്കെ കൂടുതൽ അങ്ങനെ പൈലപ്പ് ചെയ്യാതിരിക്കാൻ തടയുന്നു. ഓക്കെ, എക്സ്ട്രാ വാട്ടർ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു, വേസ്റ്റ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു, അതർ ഇമ്പ്യൂരിറ്റീസ്, മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്നതൊക്കെ കിഡ്നി എന്ത് ചെയ്യുന്നു? തടയുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. കിഡ്നി പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ നോക്കിയേ, they also help to control blood pressure and to control the level of chemical elements in the body, in the blood. Okay, രണ്ടാമത്തെ blood pressure നെ control ചെയ്യുന്നു. It helps to control the blood pressure. Blood pressure control ചെയ്യാനായിട്ട് help ചെയ്യുന്നു. And to control the level of chemical elements in the body. നമ്മുടെ ബോഡിയിലെ കെമിക്കൽ എലമെന്റ്സുകൾ അതിന്റെ ലെവല് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. The elements may be sodium, potassium. സോഡിയം, പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ എലമെന്റ്സിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് ഫംഗ്ഷൻ നോക്കിയേ, കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വൈറ്റമിൻ ഡി. കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ടിവേറ്റഡ് ഫോം ആണ്. ഇറ്റ് എൻഹാൻസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. കാൽസ്യം അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ കിഡ്നി സജ്ജമാക്കുന്നു. കിഡ്നി even activate a form of vitamin D that enhance the absorption of calcium. ലാസ്റ്റ് പറഞ്ഞേക്കുന്ന when the kidneys are unable to perform this function. നോക്കിയേ, ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഫങ്ഷൻസ് ഇവിടെ 3 ഫങ്ഷൻസ്, 4 ഫങ്ഷൻ ആയിട്ട് എഴുതാം നമുക്ക്. അത് സെക്കൻഡ് പോയിന്റ് വഴി 2 ആക്കി ഡിവൈഡ് ചെയ്യാം. ഹെൽപ്പ് ടു കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ, the kidney control the level of chemical elements in the blood. അത് വേണേ 2 ആക്കി പറയാം. എന്നാലും നമുക്കൊരു 3-4 പോയിന്റ് ഉണ്ട്. ഇത് നോക്കിയേ, when the kidneys are unable to perform this function, ഈ കിഡ്നിക്ക് ഈ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, due to disease or injury, it is dialysis that helps the body to run in normally as possible. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്. ഈ കിഡ്നിക്ക് നോർമൽ ആയിട്ട് അതിന്റെ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡയാലിസിസ് എന്താ പറയാ, നമ്മുടെ ബോഡിയിലെ ബാലൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഡയാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. നോർമലി പോസിബിൾ. Without dialysis, salt and other waste products will pile up in the blood. The dialysis ഇല്ലെങ്കിലോ, കൂടാതെ without the dialysis ഇല്ലെങ്കിൽ salt and other waste products will pile up in the blood. ബ്ലഡില് അതൊക്കെ പൈലപ്പ് ചെയ്യും. പൈലപ്പ് ചെയ്യാന്ന് വെച്ചാൽ PILE, പൈലപ്പ്. പൈലപ്പിന്റെ മീനിങ് എന്താ? അടിഞ്ഞു കൂടുക. ബ്ലഡില് ഇതൊക്കെ വേസ്റ്റ് പ്രോഡക്ട്സും സോൾട്ട് ഒക്കെ അടിഞ്ഞു കൂടും. Up in the blood, poison in the body, ബോഡിക്ക് പോയിസൺ ആകും. and to damage the other organ, മറ്റുള്ള ഓർഗൻസിനൊക്കെ അപ്പൊ ഡാമേജ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ആ കിഡ്നിയുടെ ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. കിഡ്നിയുടെ ഫങ്ഷൻസ് 3 പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കൂടിയും അത് 2 ആക്കി ഡിവൈഡ് ചെയ്യാം.
വേഗം വായിച്ചു നോക്കട്ടെ കിഡ്നിയുടെ ഫങ്ഷൻസ്. വായിച്ചു കഴിഞ്ഞോ? ഫങ്ഷൻസ് മാത്രം ഒന്ന് നോക്കട്ടോ. വായിച്ചു. ഫസ്റ്റ് ഒന്ന് വായിച്ചേ അപർണ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ. Properly functioning kidneys prevent extra water, waste, and other impurities from piling up in the body. കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ ആണ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് ബോഡിയിൽ പൈലപ്പ് ചെയ്യുന്നത് തടയുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് അശ്വിനി അല്ലേ? So they also help to control blood pressure and control the levels of the chemical elements in the body. These elements are sodium and potassium. സോഡിയം പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ എലിമെന്റ്സിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ദേ ഹെൽപ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് വായിച്ചാൽ പറഞ്ഞേ. Kidneys even activate a form of vitamin D that enhance the absorption of calcium. അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്ന, അത് വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു രൂപത്തെ പോലും കിഡ്നി സജ്ജമാക്കുന്നു. അപ്പൊ ഇത്രയാണ് അതിനകത്ത് ഫങ്ഷൻസ്. അവിടെ ചോദിക്കാട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്, ഒന്നില്ലെങ്കിൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് കിഡ്നി, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് കിഡ്നി എന്ന് ചോദിക്കാം. രണ്ട് ഇതായിട്ടാണ് നമുക്ക് പറയാം. ഇനി വേറെ ഒരു ഫങ്ഷൻ, ഒന്ന് രണ്ട് ഫങ്ഷൻസ് കൂടെ ഉണ്ട്. രണ്ട് ഫങ്ഷൻസും കൂടി വേണമെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പോ എക്സ്ട്രാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ വേറെ ഏതെങ്കിലും കൂടി തന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട. ആ പ്രിന്റഡ് നോട്ടിലാണെങ്കിൽ എഴുതിയാൽ മതി. അടുത്തൊരു ഫങ്ഷൻ ഒന്ന് എഴുതിക്കേ. നെക്സ്റ്റ് കിഡ്നിയുടെ ഫങ്ഷൻ ആണ് റിലീസ് ദ ഹോർമോൺ release the hormones that regulate blood pressure. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതാണ് അതിനകത്ത് തന്നേക്കുന്നത്. ഇത് കുറച്ചും കൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ റിലീസ് ദ ഹോർമോൺസ് ദാറ്റ് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നു. റിലീസ് ദ ഹോർമോൺ ദാറ്റ് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ് പോയിന്റ് control control the production of RBC. Control the production of RBC. Control the production of RBC. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണം മാറി ചോദിച്ചാലും
തെറ്റിക്കരുത്, അതുകൊണ്ടാണ് തന്നേക്കുന്നത്. പിന്നെ ഫസ്റ്റ് പോയിന്റിൽ ഇതായിട്ട് നമുക്ക് വേണം ബാലൻസ് ദ ബോഡി ഫ്ലൂയിഡ്സ്, അങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ബോഡി ഫ്ലൂയിഡ്സ് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ബാലൻസ് ദ ബോഡീസ് ഫ്ലൂയിഡ്സ്, ബാലൻസ് ദ ബോഡീസ് ഫ്ലൂയിഡ്സ്. ഓക്കെ, പ്രൈമറി ഫംഗ്ഷൻ എന്താ പറയുന്നത്? നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചോദിച്ചാൽ എലിമിനേറ്റ് ദ എക്സസ് വാട്ടർ ആൻഡ് വേസ്റ്റ്. എക്സസ് വാട്ടറും വേസ്റ്റും ഒക്കെ എലിമിനേറ്റ് ചെയ്യാറ്. ഇവിടെ ബ്ലഡിലുള്ള എക്സസ് വാട്ടറും പിന്നെ അതുപോലെ വേസ്റ്റുകളെയൊക്കെ പുറത്തു കളയാണ്. ഓക്കെ, remove the waste and extra fluids from the body. അതാണ് മെയിൻ ഫംഗ്ഷൻ പറയുന്നത്. എലിമിനേറ്റ് ദ വേസ്റ്റ് ആൻഡ് എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഫ്രം ദ ബോഡി. ഓക്കെ, ഇത്രയും ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഇതില് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം, ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നും ചോദിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്? ഈ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാതെ പറ്റാത്ത ഒരു സാഹചര്യത്തില് എന്താണ് ഡയാലിസിസ് അത് ചെയ്യുന്നു. പിന്നെ ഡയാലിസിസ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയില് വേസ്റ്റ് പ്രോഡക്ട്സും സോൾട്ട് ഒക്കെ പൈലപ്പ് ചെയ്യുന്നു, ബ്ലഡില് പൈലപ്പ് ചെയ്യുന്നു, അതിന്റെ ബോഡിക്ക് പോയിസൺസ് ആവുന്നു, ഡാമേജ് അതർ ഓർഗൻസ്, മറ്റുള്ള ഓർഗൻസിനൊക്കെ ഡാമേജ് ആവുന്നു. Poison to the body and damage other organs. ഇത്രയും ക്ലിയർ ആയോ? കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ്. പല ടൈപ്പ് ഡയാലിസിസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ഹീമോ ഡയാലിസിസ്. ഫസ്റ്റ് വൺ ആണ് ഇത് ഹീമോ ഡയാലിസിസ്. ഓക്കെ, ഹീമോ ഡയാലിസിസ്. രണ്ടാമത്തെയാണ്, താഴെ കുറച്ച് നീങ്ങിയാണ്, രണ്ടാമത്തെ ബി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, PD എന്ന് പറയും. ഷോർട്ട് ഫോം ആണ് PD, പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി തേർഡ് വൺ, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അപ്പൊ അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണുള്ളത്. ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, പിന്നെ അടുത്തത് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. ഇതും എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം കേട്ടോ. CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഉള്ളത്. നമുക്ക് ഇനി ഫസ്റ്റ് നോക്കാം. ഹീമോഡയാലിസിസ്, HD ആണ് കേട്ടോ. ഹീമോഡയാലിസിന്റെ ഷോർട്ട് ഫോം ആണ് HD എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്. അത് ചോദിക്കാം, ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്. ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധാരണയായിട്ടുള്ള ഡയാലിസിസ് ഏതാ? ഹീമോഡയാലിസിസ് ആണ് കേട്ടോ. This is the most common type of dialysis is hemodialysis. Hemodialysis is a method in which a dialysis machine and a special filter called an artificial nil or dialyzer. അപ്പോ സ്പെഷ്യൽ ഫിൽറ്റർ, ആർട്ടിഫിഷ്യൽ കിഡ്നിന്ന് പറയുന്നതാണ് ഡയലൈസർ. DIALYZER. Dialyzer is used. Okay. This is the most common type of dialysis. Which is the most common type of dialysis? Most common type of dialysis. Hemodialysis. Options വരും. Hemodialysis, peritoneal dialysis, CRRT. The common type of dialysis hemodialysis ആണ്. Hemodialysis is a method in which a dialysis machine and a special filter, അവിടെ dialysis machine വേണം, and a special filter ചെയ്യുന്നത് is called an artificial kidney. അതിനെയാണ് dialyzer എന്ന് പറയുന്നത്. Artificial kidney or a dialyzer is used. The artificial kidney hemodialyzer eliminate waste and scurples fluid from the blood. Okay, അപ്പൊ ഇത് ആരാ ഇത് ഡയാലിസിസ് നടത്തുന്നത്? ആർട്ടിഫിഷ്യൽ കിഡ്നി ആണ്, ഒരു മെഷീൻ ആണ് അത്. ആർട്ടിഫിഷ്യൽ കിഡ്നി
hemodialyzer eliminate the waste and scurples. Scurples എന്ന് വെച്ചാൽ എന്താ? അധികമായിട്ടുള്ളത്, എക്സ്ട്രാ വരുന്ന കാര്യങ്ങള്, വേസ്റ്റുകളും അധികമായിട്ട് വരുന്ന ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് ഒക്കെ ബ്ലഡിലുള്ള അധികമായിട്ട് വരുന്ന കാര്യങ്ങളെയും പിന്നെ വേസ്റ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. ആരാ? ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ, ഹീമോഡയലൈസർ. Eliminate the waste and the scurples fluid from the blood. The filtered blood is then sent back to the body with the help of a dialysis machine. നോക്കി എന്താ ചെയ്യുന്നത്? ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡ് എങ്ങോട്ട് തന്നെ ആക്കുന്നു? സെൻഡ് ബാക്ക് ടു ദ ബോഡി. ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റി വിടുന്നു. അപ്പൊ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു, മിഷീനിൽ ഇടുന്നു, ഡയാലിസറിൽ ഇട്ടിട്ട് ആർട്ടിഫിഷ്യൽ കിഡ്നിയുടെ ഹെൽപ്പോട് കൂടി ഡയാലിസിസ് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു. ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കടത്തുന്നു. എന്നിട്ട് send back to the body with the help of a dialysis machine. ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി ആ ബോഡിയിലേക്ക്, ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ ആ ബ്ലഡ് തിരിച്ചു കൊടുക്കുന്നു. ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ്, ഇത് നോക്കി. അപ്പൊ അതാണ് ഈ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്, ഫിൽറ്റർഡ് ബ്ലഡ്. അപ്പൊ നമ്മള് എന്ത് പറഞ്ഞത്? ഈ ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞ കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്. അതിനകത്ത് ഡയാലിസിസ് മെഷീൻ വേണം, ആൻഡ് സ്പെഷ്യൽ ഫിൽറ്റർ, ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോഡയാലിസർ വേണം. ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു വേസ്റ്റിനെ, അതിനുള്ള സ്കർപ്പിൾസ്, ഫ്ലൂയിഡ് ഫ്രം ബ്ലഡിലുള്ള അധികമുള്ള ഫ്ലൂയിഡ്, വേസ്റ്റിനെയൊക്കെ ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോഡയലൈസർ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു. ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കടത്തിവിടുന്നു. മനസ്സിലായ? ഇതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റിന്റെ ബോഡി, ആ ബോഡിയിൽ നിന്ന് അപ്പൊ ബ്ലഡ് എടുത്തിട്ട് ഒരു മെഷീനിൽ ഇട്ട് അത് പ്യൂരിഫൈ ചെയ്യുന്നു. എന്നിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. The filtered blood is then sent back to the body with the help of a dialysis machine. Before starting hemodialysis, a minor surgery is required to make the vascular ascite opening in your blood vessels opening ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ ബ്ലഡ് എടുക്കണ്ടേ? ആ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് ചീത്തയായിട്ടുള്ള ബ്ലഡ് എടുക്കണ്ടേ? അതിനെന്ത് ചെയ്യും? ഒരു ചെറിയൊരു സർജറി നടത്തണം. ബ്ലഡ് എടുക്കാനായിട്ട് ഒരു ചെറിയൊരു സർജറി നടത്തണം. മൈനർ സർജറി ഈസ് റിക്വയർഡ്. ഒരു ചെറിയൊരു സർജറി ആവശ്യമാണ്. വെറുതെ എടുക്കാൻ പറ്റില്ല ബ്ലഡ്. അപ്പൊ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സർജറി നടത്തുന്നു. ടു മേക്ക് ദ വാസ്കുലർ ascite ഓപ്പണിംഗ് ഇൻ യുവർ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സർജറി ചെയ്യാണ് ചെയ്തത്. This ascite is an important to have an easy way to get the blood from the body. ആ ascite, അതിനാണ് ascite എന്ന് പറയുന്നത്, വാസ്കുലർ ascite എന്ന് പറഞ്ഞത്. ഈ ascite ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. ബ്ലഡ് എടുക്കാനുള്ള, ഈ ബ്ലഡ് ബോഡിയിൽ നിന്ന് എടുക്കാനുള്ള ഒരു മാർഗമാണ് ascite എന്ന് പറഞ്ഞത്. The ascite is important to have an easy way to get the blood from the body through the dialyzer transfer back into the body. The different type of assays for hemodialysis are. ഇനി ഹീമോഡയാലിസിസ് ചെയ്യുന്ന പല അസസ് ആണ്. അത് സർജറി ആണ്. നമ്മൾ ആ ബ്ലഡ് പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ആ ഒരു ഓപ്പണിങ് ഓപ്പൺ ചെയ്യേണ്ട ഒരു ചെറിയ സർജറി നടത്തിയാലാണ് എടുക്കാൻ പറ്റുള്ളൂ ബ്ലഡ്. എന്നിട്ട് ആ ബ്ലഡ് അങ്ങനെ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള സർജറി നടത്തി ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് വിഷയത്തിൽ ഇട്ടിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് ബോഡി, ആ പേഷ്യന്റ് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. അതാണ് ഹീമോഡയാലിസിസ്. അപ്പൊ ഇനി പലതരത്തിലുള്ള ആ അസൈറ്റുകളാ പറയുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ യൂട്യൂബിൽ നിന്ന് 1-2 ഷോർട്സ് ഇതുപോലെയുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ഫോണിലേക്ക്. ഞാനിത് 2 കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. സൗണ്ട് കേൾക്കാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് അത് ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഞാൻ അതിന്റെ ആനിമേഷൻ ഇതുപോലെയുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡയാലിസിസ് എടുത്തിട്ടുണ്ട്,
ഈ അടുത്ത പറയുന്ന സർജറി സൈറ്റ് അതും എന്റെ 2-3 എടുത്തിട്ടുണ്ട്. ഗ്രാഫിക് ഇതുപോലെയുള്ളത് എടുത്തിട്ടുണ്ട്. നോക്കിയേ, ആനിമേഷന്റെ ഇതുപോലെയുള്ളത് എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മള് ഹീമോഡയാലിസിസ് മനസ്സിലായി. എന്താ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്? മനസ്സിലായോ? അശ്വിനി എല്ലാം പറഞ്ഞ ലെഫ്റ്റ് ആയി പോയോ? അശ്വിനിക്ക് മനസ്സിലായോ എന്താ ഹീമോഡയാലിസിസ്? ചെറുതായിട്ട് എന്താ അശ്വിനിക്ക് മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. സ്പെഷ്യൽ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട്, അതായത് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് സിംഗിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയാലിസിസ് മെഷീൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബോഡിയിൽ വരുന്ന ഇംപ്യൂർ ആയിട്ടുള്ളതിനെയൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ബോഡിയിലേക്ക് തന്നെ തിരിച്ചതിനെ അയക്കും. അതെ, നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് അത് എടുത്തിട്ട് ഡയാലിസിസ് മെഷീന്റെ ഹെൽപ്പോട് കൂടി, ഡയാലിസറിന്റെ സഹായത്തോടു കൂടി അത് ഡയാലിസിസ് ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. അത്ര മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മള് ഈ ബോഡിയിൽ നിന്ന് അത് എടുക്കണമെങ്കിൽ ഓപ്പണിങ് വേണം. ഏതെങ്കിലും വായ്പയുടെ ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ബ്ലഡ് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഓപ്പണിങ്, അതിനാണ് വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. അതൊരു മൈനർ ആയിട്ടുള്ള ഒരു ചെറിയൊരു സർജറി നടത്തും. ഈ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ചെറിയൊരു സർജറി നടത്തും. ആ സർജറി നടത്തിയതിനു ശേഷമാണ് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില ഓപ്പണിങ് ഇതാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ആർട്ടീരിയോ വീനസ്, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ഒന്നാമത്തെ അസസ് സൈറ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസ് ഫോർ ഹീമോഡയാലിസിസ്. അപ്പൊ ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കാനുള്ള ഓപ്പണിങ്, ആ സർജറി, അത് പല രീതിയിൽ പല ടൈപ്പ് ഉണ്ട്. അത് ഒന്നാമത്തെയാണ് AV ഫിസ്റ്റുല. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല. And AV fistula is a surgical connection between an artery and vein. Underline ചെയ്തിട്ട് ആ സെന്റൻസ് മിക്ക എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറിയും വെയിനും തമ്മിലുള്ള ആ സർജിക്കൽ കണക്ഷൻ, സർജറി ചെയ്യുന്ന കണക്ട് ചെയ്തേക്കുന്ന അതിനാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. AV ഫിസ്റ്റുല ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ artery and a vein. അത് ഇങ്ങനെ ചോദിക്കാം. An AV fistula is a surgical connection between dash. ആരൊക്കെ തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ ആണ്? ആരൊക്കെ തമ്മിലുള്ള കണക്ഷനാ? ആർട്ടറിയും വെയിൻസും. ആ രണ്ട് വേർഡ് കേട്ടിട്ടുണ്ടോ? എന്താ ആർട്ടറി എന്ന് പറയുന്നത്? ആർട്ടറി മലയാളം, ആർട്ടറി മലയാളം എന്താ? ധമനികൾ. അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡ് പല ഭാഗത്തേക്കും, ശരീരത്തിന്റെ പല ഭാഗത്തേക്കും ബ്ലഡ് കൊണ്ടുപോകുന്നത് ആർട്ടറീസ് വഴിയാണ്, ധമനികൾ വഴിയാണ് ആർട്ടറീസ്. വേണമെങ്കിൽ ജസ്റ്റ് ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കോട്ടോ. ആർട്ടറീസ് ആർ arteries are arteries, A-R-T-E-R-I-E-S. Arteries are the blood vessels. Arteries are the blood vessels. Blood vessels that bring. Arteries are blood vessels that bring. Oxygen rich blood. Oxygen rich blood. Oxygen rich blood. Oxygen rich blood from your heart. From your heart. From your heart.
from your heart to all of your body cells. To all of your body cells. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ബ്ലഡ് പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് ആർട്ടറീസ് അല്ലെങ്കിൽ ധമനികൾ എന്ന് പറയുന്നത്. ധമനി. ഇനി അടുത്ത വെയിൻസ്. എന്താ മലയാളം വെയിൻസ്? വെയിൻ സിരകള്. അപ്പൊ പല ഭാഗത്തു നിന്നും ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് വെയിൻസുകളാണ് കേട്ടോ. ശരീരത്തിന്റെ പല ഭാഗത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് വെയിനുകളാണ്. വെയിൻസ് ആർ the blood vessels. Veins are the blood vessels that carry the blood to the heart. Okay, that carry the blood to the heart. That's AV fistula എന്ന് പറയുന്നത്. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറി വെയിനും തമ്മിലുള്ള ആ സർജിക്കൽ കണക്ഷനെയാണ് AV ഫിസ്റ്റുല. അത് ചോദിക്കൂട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. AV ഫിസ്റ്റുല is a surgical connection between an artery and a vein. Often a fistula is created in the arm. അപ്പൊ എവിടെ ഫിസ്റ്റുല ചെയ്യണേ? AV ഫിസ്റ്റുല എവിടെ ചെയ്യണേ? ആമിലാണ്, കൈകളിലാണ് ഈ സർജറി സാധാരണയായിട്ട് ചെയ്യുന്നത്. If the arteries in the arm are not larger or healthy enough, ഈ കൈകളിലുള്ള ആർട്ടറീസ് അത്ര വലിയ ലാർജ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി അല്ലെങ്കിൽ it can also be put in the legs. അപ്പൊ കയ്യിൽ പറ്റിയില്ലെങ്കിലോ കാലിലും ചെയ്യാം. മെയിൻ ആയിട്ട് കൈകളിലാണ് ഈ സർജറി ചെയ്യുന്നത്. കയ്യിലൊക്കെയാണ് സർജറി ചെയ്യുന്നത്. ഓക്കെ. It can also if the arteries in the arm are not larger or healthy enough, കൈകളിലുള്ള ആർട്ടറീസ് ഹെൽത്തി അല്ലെങ്കിൽ അത്ര ലാർജ് അല്ലെങ്കിൽ it can also be put in the legs. ലെഗ്സിലും നമുക്ക് ചെയ്യാം, കാലുകളിലും ചെയ്യാം. It is the most natural asset as it is formed from the blood vessels. ഇതാണ് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള asset ആണ് AV fistula. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. It is the most natural asset as is formed from the blood vessels. It has the rarest chance of infection and clotting. ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങും ഒക്കെ വരാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് AV fistula ആണ്. കണ്ട, അതിന്റെ ഞാനൊരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ ഫോണിലേക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്ത് കാണിക്കാം. കണ്ട, ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഇത് നോക്കി, പ്രിന്റഡ് നോട്ട് ഒന്ന് നോക്കിയേ. കണ്ട, ആർട്ടറീസ് കണ്ടോ? അതിനകത്ത് ആർട്ടറി ചുമപ്പ് നിറത്തി കാണിച്ചേക്കുന്നത് ആർട്ടറിയാണ്. ആർട്ടറി. പിന്നെ അടുത്ത് നോക്കിയാ നീല ഇതിനകത്ത് നീല കളർ കാണിച്ചേക്കുന്ന വെയിനാണ്. എക്സ്പെൻഡ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. കണ്ട, വെയിൻ. എന്നിട്ട് ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ രണ്ടും കൂടി കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അവിടെ. രണ്ടും കൂടി അത് ജോയിൻ ചെയ്ത് ചേർച്ചേക്കുന്ന സർജറി. അതാണ് AV ഫിസ്റ്റുല. സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ഓക്കെ, AV ഫിസ്റ്റുല മനസ്സിലായത്? പിന്നെ അത് ഒന്ന് രണ്ട് പോയിന്റ് നമ്മൾ നോക്കണം. is a surgical AV fistula is a surgical connection between artery and the vein created. എവിടെ ക്രിയേറ്റ് ചെയ്യുന്ന AV fistula? ആമിലാണ്. ഇനി ആമിലുള്ള ഈ ആർട്ടറീസ് അത്ര ഹെൽത്തി അല്ല, അത്രയും ലാർജ് അല്ലെങ്കിൽ ലെഗിലും വേണമെങ്കിൽ ചെയ്യാം. എന്ന് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ആമി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ നാച്ചുറൽ asset which is the most natural asset. ഏറ്റവും നാച്ചുറൽ asset ഏതാ? AV ഫിസ്റ്റുലയാണ്. ഇതിന് എന്താ പ്രത്യേകത? ഇറ്റ് ഹാസ് ദ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഇൻഫെക്ഷൻ ആവാനും ക്ലോട്ടിങ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ,
ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് സർജറി ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. AV ഗ്രാഫ്റ്റ്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. അപ്പൊ AV ഗ്രാഫ്റ്റിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? AV ഗ്രാഫ്റ്റ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ആണ് AV ഗ്രാഫ്റ്റ്. ഈസ് എ കൈൻഡ് ഓഫ് അസസ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള അസസ് ആണ്, അസസ് ആയിട്ടാണ് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. The graft is normally placed in the arm, but is may be placed in the leg if needed. ഇതും ഇതുപോലെ തന്നെ AV ഗ്രാഫ്റ്റും കോമൺ ആയിട്ട് എവിടെ ചെയ്യുന്നത്? ആമിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്? ബട്ട് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ലെഗ് ഇഫ് നീഡഡ്. അത്യാവശ്യമാണെങ്കിൽ ആമിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലെഗിലാണെങ്കിലും നമുക്ക് അത് ചെയ്യാം. And AV graft is the connection of vein and an artery that uses a hollow synthetic tube. Natural graft hollow synthetic tube വഴി കണക്ട് ചെയ്തേക്കുന്നു. ഒന്ന് നോക്കിയാ പിക്ചറിലേക്ക് നോക്കി, അവിടെ വളഞ്ഞിരിക്കുന്നുണ്ട് ട്യൂബ് വെച്ചിട്ട്. കണ്ടോ? ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. Dash is the connection of the vein and an artery that uses a hollow synthetic tube. ഒരു hollow synthetic tube വെച്ചിട്ട് ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് അസസ് ആണ്? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ് കാത്തീറ്റർ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. AV ഗ്രാഫ്റ്റിലാണ് വെയിനും ആർട്ടറിയും തമ്മിൽ ഹോളോ സിന്തറ്റിക് ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുന്നു. ഇനി നോക്കിയേ, വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു ആർട്ടറി. ട്യൂബിന്റെ ഒരു എൻഡ് ഏതിലോട് അറ്റാച്ച് ചെയ്തേക്കുന്നേ? ആർട്ടറിനോട്. ആൻഡ് ദ അതർ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു ദ വെയിൻ. അപ്പൊ ട്യൂബിന്റെ മറ്റൊരു എൻഡ് ഏതിലേക്കാ? വെയിനിലേക്കുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. കാണുന്നില്ലേ പിക്ചറിൽ? നോക്കിയാൽ കാണാലോ. One end of the tube is attached to the artery and the other end of the tube is attached to a vein. ഒരു എൻഡ് ആർട്ടറിയിലേക്കും മറ്റേ എൻഡ് വെയിനിലേക്കുമാണ് അറ്റാച്ച് ചെയ്യുന്നത്. This connection results in the blood flowing from high flow, high pressure artery through the graft into the low flow, low pressure in vein. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ എന്താന്ന് നോക്കിയാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് നോക്കിയേ? ദിസ് കണക്ഷൻ റിസൾട്ട്, ഇങ്ങനെയുള്ള കണക്ഷന്റെ ഫലമായിട്ട് റിസൾട്ട് ഇൻ ബ്ലഡ് ഫ്ലോയിങ് ഇൻ ദ, അപ്പൊ ബ്ലഡിൽ ആ ഫ്ലോയിൽ ഒരു വ്യത്യാസം വരും. ഹൈ ഫ്ലോ, ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ലോ ഫ്ലോ, ലോ പ്രഷർ വെയിനിലേക്ക് ആ ബ്ലഡ് ഫ്ലോ ചെയ്യും. കണ്ടോ? അവിടെ ആ ഒരു കണക്ഷനിൽ അവിടെ ഒരു ഫ്ലോ റേഞ്ച് വ്യത്യാസം വരും. അപ്പൊ ഹൈ ഫ്ലോ, ഹൈ പ്രഷറിലുള്ള ആർട്ടറിയിൽ നിന്ന് എങ്ങോട്ട് പോകും? ത്രൂ ദ ഗ്രാഫ്റ്റ് ആൻഡ് ഇൻടു ദ ലോ ഫ്ലോ, ലോ പ്രഷർ വെയിൻ. ഹൈ ഫ്ലോയിൽ ലോ ഫ്ലോയിൽ വെയിനിലേക്ക് പോകും ബ്ലഡ്. Consequently, the blood flow through the graft provides a flow rate that will supply the enough blood to provide a suitable hemodialysis treatment. കണ്ടോ? അപ്പൊ അവിടെ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലോ റേറ്റിൽ വ്യത്യാസം വരും. ഒരു ആർട്ടറീസിൽ ഹൈ ഫ്ലോ, ഹൈ പ്രഷർ ആണ്. വെയിൻസില് ലോ ഫ്ലോ, ലോ പ്രഷർ. അപ്പൊ അങ്ങനെ അവിടെ ഒരു ഫ്ലോ റേറ്റ് വ്യത്യാസം വരും. ഈ ഫ്ലോ റേറ്റ് എന്ത് ചെയ്യുന്നു? ഗ്രാഫ്റ്റ് പ്രൊവൈഡ്സ് എ ഫ്ലോ റേറ്റ് ദാറ്റ് വിൽ സപ്ലൈ enough blood to provide a suitable hemodialysis. suitable hemodialysis ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ഈ ഒരു സംവിധാനം അങ്ങനെ വരുമ്പോ ഫ്ലോ റേറ്റ് വരുന്നു, വ്യത്യാസം വരുന്നു. ആ ഫ്ലോ റേറ്റ് ആണ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് AV ഗ്രാഫ്റ്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ ബിഗ് വെയിൻ. ഏതിനുള്ള ഒരു സൊല്യൂഷനാ AV ഗ്രാഫ്റ്റ് എന്ന് പറയണേ? സ്മോൾ, ചെറിയ, വീക്ക് ആയിട്ടുള്ള വെയിൻസിന് ഒരു സൊല്യൂഷൻ ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. AV ഗ്രാഫ്റ്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ വീക്ക് വെയിൻസ്. എന്താണ് AV ഗ്രാഫ്റ്റ്, AV ഫിസ്റ്റുല? മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ എന്താ AV ഗ്രാഫ്റ്റിൽ എന്താണ്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴി ആർട്ടറി വെയിനും കണക്ട് ചെയ്തേക്കുന്നു. കണ്ടോ? അപ്പൊ അങ്ങനെ ഒരഞ്ച് ആർട്ടറിയിലേക്കും, ആ ട്യൂബിന്റെ ഒരറ്റം വളച്ചു വെച്ചാണ് ട്യൂബ്, ഒരറ്റം ആർട്ടറിയിലേക്കും അടുത്ത എഞ്ച് വെയിനിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഫ്ലോ റേറ്റ് വ്യത്യാസം വരും. ഹൈ ഫ്ലോ, ഹൈ
പ്രഷർ ആർട്ടിയിൽ നിന്ന് ബ്ലഡ് ലോ പ്രഷറിലുള്ള വെയിനിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഫ്ലോ റേറ്റ് ആണ് ആ ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ഇത് എന്താണ്, ഒരു സ്മോൾ വീക്ക് വെയിനുള്ള ഒരു സൊല്യൂഷൻ ആണ്. പ്രൊവൈഡ് എ സൊല്യൂഷൻ സ്മോൾ ഓർ വീക്ക് വെയിനിന് ഒരു സൊല്യൂഷൻ ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കട്ടോ. വായിച്ചു മാം. ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, മനസ്സിലായി. കുഴപ്പമില്ല. ഇനി ഒരു ചെറിയൊരു ഇത് കൂടി ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ 26-ായല്ലോ, 4 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആദ്യം തന്നെ അപ്പൊ ഇത് 3 ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതും കൂടി ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു അസസ് സൈറ്റ് ആണ് വാസ്കുലർ അസസ് കാത്തീറ്റർ. ഓക്കെ, വാസ്കുലർ അസസ് കാത്തീറ്റർ. ഇവിടെ എന്താന്ന് നോക്കിയേ, ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക് ഓൺലി ഫോർ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ്. ഇത് നമുക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജറിയാണ്. ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നുള്ള സർജറിയാണ്. അപ്പൊ ആ സർജറി ചെയ്ത് അത് 1-2 മാസമൊക്കെ ആവും, 2-3 മാസത്തോളം ആവും ആ സർജറി ചെയ്ത് മുറിവ് ഉണങ്ങാനായിട്ട്. അതിനുശേഷമാണ് നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടെ ആ സർജറി കൂടെ ചെയ്ത ആ ഒരു അസസൈറ്റിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു പേഷ്യന്റിന് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സർജറി ഒക്കെ ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങി 2-3 മാസം കഴിഞ്ഞിട്ട് ഡയാലിസിസ് ചെയ്താൽ മതിയോ? പറ്റൂലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഡയാലിസിസ് ഒക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ സർജറി ഒന്നും ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാനുള്ള ടൈം അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ, ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക്. നമ്മുടെ കഴുത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഡയറക്റ്റ് നേരെ ചെയ്യാം. ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ഉള്ളിലേക്ക് കത്തീറ്റർ പോലുള്ള ഫ്ലെക്സിബിൾ ട്യൂബ് ഈ കഴുത്തിന്റെ ഇതിൽ കൂടെ തുളച്ചിങ്ങനെ ഉള്ളിലേക്ക് ഇടുക ചെയ്യുന്നത്. ഇൻ യുവർ നെക്ക് ഓൺലി ഫോർ എ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അതെന്താ, അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ അത് ഫുള്ളായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് സർജറി ഒക്കെ ചെയ്യാം, ഈ AV ഗ്രാഫ്റ്റോ AV ഫിസ്റ്റുലോ ഒക്കെ ചെയ്യാം.
അപ്പൊ സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങുന്ന ടൈം വരെ അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. അത് മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് ക്രിറ്റിക്കൽ ആവുമ്പോൾ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ഈ വാസ്കുലർ അസസ് സൈറ്റ് കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് യൂഷ്വലി ഇൻ യുവർ നെക്ക്. കഴുത്തിൽ കൂടെയാണ് ഇത് ചെയ്യുന്ന ഒരു കത്തീറ്റർ കഴുത്തിൽ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇടുവയിലേക്കൊക്കെ. ഇഫ് ദ നോക്കിയേ ഫോർ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് അവിടെ ചോദിക്കാം ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് യൂസ് ചെയ്യുന്നത് ഏത് ഇതാണെന്ന്. വാസ്കുലർ അസസ് സൈറ്റ് usually in your neck only for short time hemodialysis. Okay, if the kidney disease has progressed rapidly, kanda kidney disease പെട്ടെന്ന് പ്രോഗ്രസ് ആവുകയാണെങ്കിൽ, പെട്ടെന്ന് രോഗം വർദ്ധിച്ചു വരികയാണെങ്കിൽ, മൂർച്ഛിക്കുകയാണെങ്കിൽ, കൂടുകയാണെങ്കിൽ, if the patient may not have the time for a placement for an AV fistula or AV graft, AV fistula ചെയ്യാനോ AV ഗ്രാഫ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു ടൈം ആ ഒരു പേഷ്യന്റിന് അവിടെ കിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വാസ്കുലർ അസസ് സൈറ്റ് അസസ് കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ബിഫോർ ബിഗിനിങ് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ്. ഈ എന്താ പറയാ AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ഒക്കെ ചെയ്ത് അതിൽ കൂടെ ഹീമോഡയാലിസിസ് തുടങ്ങാനുള്ള സമയം ഇല്ലാത്തപ്പോ പെട്ടെന്ന് ഒരു പേഷ്യന്റിന് കിഡ്നി ഡിസീസ് പെട്ടെന്ന് കൂടി പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്യേണ്ട കേസിലാണ് നമ്മൾ ഈ വാസ്കുലർ അസസ് കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അത് നെക്കിക്കൂടെ ഒരു കത്തീറ്റർ നേരിട്ട് അകത്തേക്ക് ഇടുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ ഡ്രസ് ഇടുമ്പോ അതിന്റെ ഉള്ളിൽ കിടന്നോളും, നമുക്ക് വേറെ ഇതൊന്നുമില്ല. അപ്പൊ എന്നിട്ട് ആ പേഷ്യന്റിന് സർജറി AV ഫിസ്റ്റു AV ഗ്രാഫ്റ്റ് ആയിരിക്കും ചെയ്ത് അത് അതിന്റെ 2-3 മാസം കൊണ്ട് ആ മൂണ്ട് ഉണങ്ങി കഴിയുമ്പോൾ അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. ഓക്കെ, ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിനാണ് നമ്മൾ വാസ്കുലർ അസസ് കത്തീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മൂന്നും ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിനേക്കാളും മുന്നും ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു ഷോർട്സ് പോലെ ഉള്ളത് ഞാൻ ചെറിയ 2-3 മിനിറ്റ് ഉള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ യൂട്യൂബിൽ നിന്ന് ഇട്ട് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ക്ലാസ് എന്നാ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഇവിടെ മീറ്റിംഗിലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.